525 കോടിയുടെ ഇന്ന് കൊടുക്കുകയാണ്. ഈ പ്രോഗ്രാമിലൂടെ ഓരോ വർഷവും 10 കോടിയുടെ സ്കോളർഷിപ്പാണ് നൽകുന്നത്. ഇന്ന് ഇരിക്കുന്ന മിടുക്കന്മാരായ 1500 കുഞ്ഞുങ്ങളാണ് ഈ സ്കോളർഷിപ്പിന് ആദ്യം പരിചയപ്പെടുന്നത്. ഈ സ്കോളർഷിപ്പിന് അർഹരായ എല്ലാവർക്കും എൻ്റെ പ്രത്യേക ആശംസകൾ. അടുത്ത ചെക്കുകൾ കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജൻ അവരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ശക്തിയാവും ഇതിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അറിയിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അടുത്ത പ്രിയ മാതാപിതാക്കളെ, അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മേഖലയെ ഏതൊരു കുട്ടിക്കും എത്ര പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആഗ്രഹിക്കുന്നതുപോലെ പഠിച്ചു വരാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യവും നമ്മുടെ നാടിന് വിരുദ്ധ ഭൂതകാലവും ഇപ്പോൾ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നതിലും വിദ്യാഭ്യാസം നടത്തുന്നതിലും യഥാർത്ഥ മൂല്യം അളക്കപ്പെടുന്നത്. ഭൂമി വിറച്ച ഗുജറാത്ത് ഭൂകമ്പ വേളയിലും കടൽ കരയെ വിഴുങ്ങിയ സുനാമി സമയത്തും ഓഖി ചുഴലിക്കാറ്റിലും ലോകം ഒരു മാസ്കിനുള്ളിൽ ശ്വാസം മുട്ടിയ കോവിഡ് കാലത്തുമെല്ലാം അദ്ദേഹം നിശബ്ദനായി അവിടെയുണ്ടായിരുന്നു. അതിരുകളില്ലാത്തതായിരുന്നു ആ കരുതൽ. നേപ്പാളിലെ ഭൂകമ്പ ബാധിതർക്ക് വീടുകളായും ഫിലിപ്പൈൻസിലെ ചുഴലിക്കാറ്റിൽപ്പെട്ടവർക്ക് ആശ്വാസമായും അത് പടർന്നു. ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എല്ലാ വർഷവും